Hey all, welcome to the yet another video of Simply Filmy. എനിക്കറിയാം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി, കാരണം വേറെ സിനിമകളൊന്നും ഇറങ്ങാത്തതുകൊണ്ട് അങ്ങനെ വേറെ വീഡിയോസൊന്നും പ്ലാൻ ചെയ്യാനും സമയം കിട്ടിയിരുന്നില്ല. ഒരു കണക്കിന് നോക്കി അതായിരുന്നു നല്ലത്. ഈ സിനിമയ്ക്ക് പോകണ്ടായിരുന്നത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ മുടക്കിയ 150-180 രൂപയ്ക്ക് ഒരു വിലയും തരാത്തൊരു കാച്ചറ സിനിമയായിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണപ്പ എന്ന് പറയുന്ന സിനിമേനെ പറ്റിയാണ്. അതിനൊരു സിനിമ എന്ന് വിളിക്കാൻ എനിക്ക് ഒരാഗ്രഹമില്ല. അതിനൊരു സീരിയൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യേണ്ടി വരുന്ന ഒരു ഭക്തി സീരിയൽ അങ്ങ് ആന്ധ്രാപ്രദേശിൽ എന്തോ കാളഹസ്തി എന്ന് പറയുന്നൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അവർക്ക് അവിടെ ഇരിക്കുന്ന കണ്ണപ്പ എന്ന് പറയുന്നൊരു പ്രതിഷ്ഠ എന്തോ ഉണ്ട്. അതിന് അങ്ങോട്ടേക്ക് ആളുകൾ വരുന്നില്ല തോന്നുന്നു. അങ്ങോട്ടേക്ക് കുറച്ച് ആൾക്കാർ വരണം, കുറച്ച് പൈസ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്ലാസ് അപരാധം. സാധാരണ ഞാനിങ്ങനെ പറയാത്തോണ്ടൊരു സിനിമേൻ്റെ പേരോട്, പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ വെറുപ്പിച്ച് കൈ തന്ന് അഭിനയിച്ച ഓരോരുത്തരും, ഇൻക്ലൂഡിങ് ഞാൻ ലാലേട്ടനെ വരെ കൂട്ടിയാണ് പറയുന്നത്. ആ മനുഷ്യൻ എന്ത് കാര്യമുണ്ട് ഇതുപോലത്തെ സിനിമകളൊക്കെ കൊണ്ട് തലവെക്കുന്ന അവസ്ഥയെ. കാസ്റ്റൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പ്രഭാസ്, അക്ഷയ് കുമാർ പരമശിവനാണ് ഈ പടത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം അവസ്ഥ എന്താന്ന്. ഒയ്യോ, ഞാനെന്ന പ്രേക്ഷകനെ 0.001% പോലും സാറ്റിസ്ഫൈ ചെയ്യാതിരുന്ന ഒരു നമ്മുടെ കോക്കൊക്കെ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ മലങ്കട്ട്. സത്യമായിട്ടും ദേഷ്യം വരുന്നത്. എന്താ ഈ സിനിമ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഭക്തി സീരിയൽ. ഈ ഭക്തി സീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഭക്തി കാരണം മോശപ്പെട്ട വഴിക്ക് പോകുന്ന ആൾക്കാർ നന്നാവുന്നതാണല്ലോ എൻ്റെ ഒരു പ്ലോട്ട്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നല്ല രീതിക്ക് അവന് ഭക്തി ഇല്ല എന്നൊരു ഒറ്റ പരാതി മാത്രമേ അവനുള്ളൂ. വളരെ കുഴപ്പമില്ലാണ്ട് നന്നായി പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിലോട്ട് ഭക്തി കയറി അയാൾ നാശിച്ച് നാറാണക്കല്ല് പിടിച്ച് കൂട്ടിച്ചോറാവുന്ന സിനിമ കഥ. അതാണ് ഇവരെടുത്ത് വെച്ചേക്കുന്നത്. പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും 1-2 പേരുടെ പറയണം കേട്ടോ. മാധു, ശരത് കുമാർ, പിന്നെ ഇതിൽ നായകനായിട്ട് അഭിനയിച്ചേക്കുന്ന കക്ഷി, അയാളുടെ പേരെന്താണെന്ന് ഞാൻ നോക്കിയില്ല, എനിക്കത് അറിയാനും താല്പര്യമില്ല. ആ കക്ഷി, പിന്നെ ഇൻക്ലൂഡിങ് ലാലേട്ടൻ, പ്രഭാസ് എന്നുവതെല്ലാവരും. പ്രഭാസിൻ്റെ സീൻ ആക്ച്വലി കുറച്ചെങ്കിലും അയാളുടെ ലുക്സ് കൊണ്ട് എനിക്ക് അയാളെ പടത്തിൽ ഇഷ്ടപ്പെട്ടു. അയാളൊരു രസം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം കണക്കായിരുന്നു. ബാക്കിയെല്ലാം അട്ടർ വേസ്റ്റായിരുന്നു. ഒരു തരത്തിലും എനിക്ക് ബാക്കിയുള്ള ഒരാളുടെ ഒരു അഭിനയം കൺവിൻസിങ് ആയിട്ടും തോന്നിയില്ല. വളരെ മോശമായിട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. മലയാളത്തിലോട്ട് ഇവർക്ക് എനിക്കത് പ്രത്യേകം പറയണമെന്നുണ്ട്. മര്യാദയ്ക്ക് ഡബ് ചെയ്ത് മലയാളത്തിൽ ഇറക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ കാണാൻ വരുന്ന മലയാളി പ്രേക്ഷകരെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത്. എന്തായിരുന്നു ഡബ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഡയലോഗ്സ് മോശം, ഡബ് അതിലും മോശം. കുറേ കാച്ചറ ഡയലോഗ് എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരുടെ മുഖത്തേക്ക് അവരുടെ പൈസയ്ക്ക് കാലണ വില അവർ കൽപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ മുഖത്തേക്ക് തുപ്പുമാണ് ചെയ്തിട്ടുള്ളത്. അത്രയും വൃത്തികെട്ട ഡബ്ബിങ്ങും അതിനൊത്ത കാച്ചറ ഡയലോഗും. വിഷമമുണ്ട് ഇങ്ങനെ പറയേണ്ടിരുന്നില്ല. കാരണം ഒരുപാട് പൈസ മുടക്കി ഇവരെടുത്തിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നത്. ചില ഫ്രെയിമൊക്കെ പിന്നെ പറയാൻ വേണ്ട. ചില സീനുകളൊക്കെ ഇവരെ എനിക്ക് അറിഞ്ഞുകൂടാ ഇവരെന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. അതൊന്നും പറയാനും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നും പറയാനില്ല. ദൈവത്തെ ഓർത്ത് അത്ര ക്ഷമയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ കയറി. എനിക്കൊരു തരത്തിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സിനിമ കണ്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. കാരണം ഞാൻ സ്വന്തമായിട്ടാണെങ്കിൽ പോലും ഫാമിലിയുടെ കൂടാണെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളായി. ഇതുവരെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. അതിന്ന് സംഭവിച്ചു. പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാതെ ഫുള്ള് പടം കാണാതെ എനിക്ക് വന്ന് ഇത് പറയാൻ പറ്റത്തില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ തിയേറ്ററിലിരുന്നു ക്ലൈമാക്സ് പടം തീരുന്ന വരെ. അയ്യോ വയ്യടേ, ഞാൻ വയ്യാണ്ടായിപ്പോയി സിനിമ കണ്ടിട്ട്. എനിക്ക് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സിനിമ എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു പരിധി ഇല്ലടേ എല്ലാത്തിനും. നിങ്ങളുടെ അതിനെ പ്രൊമോട്ട് ചെയ്തോ, എന്ത് വേണേൽ ചെയ്തോ. പക്ഷേ ഇത് മെയിൻ കോൺട്രഡിക്ഷനായിട്ട് പറയുന്ന ഇതല്ല. അതായത് ഇവർ ഭക്തി ഇതിൽ കാണിക്കുകയും ചെയ്യും, നായികയുടെ ഒരു എക്സ്പോസിങ്സ് പരിപാടി ഒരു സൈഡിൽ നടക്കുന്നുമുണ്ട്.
നായിക എക്സ്പോസ് ചെയ്യും, പിന്നെ കുറച്ച് ഭക്തി വരും, നായിക എക്സ്പോസ് ചെയ്യും, പിന്നെ കുറച്ച് ഭക്തി വരും. ആ ഒരു ട്രാക്കാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഈ യൂക്കലും ഉപദേശം ഒന്നിച്ച് വേണ്ടെന്ന് പണ്ട് ആൾക്കാർ പറയുകയല്ലേ, എനിക്കതാണ് തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഫീൽ ചെയ്തത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്കൊരു തരത്തിൽ സഹിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സിനിമ. ഇതിന് റേറ്റിംഗ് ഒന്നും ഞാൻ ഒന്നും പറയുന്നില്ല. തോന്നുന്നവർ പോയി കാണുക. ഞാൻ എന്തായാലും ഇനി ഈ സിനിമ രണ്ടാമത് കൂട്ടിയിട്ട് പോസ്റ്റർ പോലെ എനിക്ക് ഇനി കാണുന്ന പേടിയാണ്. ട്രോമയായിരുന്നു ഈ സിനിമ. എനിക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊന്നും പറയാനില്ല. പറ്റുന്ന ആൾക്കാർ പോയി കാണുക. എനിക്കിങ്ങനൊരു സിനിമേനെ പറ്റി പറയേണ്ടി വന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമല്ലോ. ഈ സിനിമേനെ പറ്റി ബാക്കിയുള്ള ആൾക്കാർ ഞാൻ ആരുടെ റിവ്യൂസ് നോക്കിയിട്ടില്ല. ഞാൻ ട്രെയിലർ കണ്ടു, അതെനിക്കിഷ്ടമായില്ല. പക്ഷേ ലാലേട്ടനുള്ള പ്രതീക്ഷയിൽ കയറിയതാണ്. ആ മനുഷ്യൻ വരെ എന്നെ വെറുപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ പോയി കാണുക. നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ അഭിപ്രായം അവരുടെ നിങ്ങളുടെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഐ നോ ഇതൊരു റാൻഡ് സ്വഭാവത്തിലേക്ക് ഈ വീഡിയോ മാറിയെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് കുറച്ച് ഐ എം സോറി ഫോർ ദാറ്റ്. പക്ഷേ എനിക്കിത് ഒരു തരത്തിലും എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ കാണാൻ പോയിരുന്ന ഞാനെന്നുള്ള പ്രേക്ഷകൻ്റെ നേരെ കൊഞ്ഞനം കുത്തി കാണിച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ടെക്നിക്കൽ ആസ്പെക്റ്റിനെ പറ്റി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്റ്റീഫൻ ദേവസൊക്കെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. പക്ഷേ മ്യൂസിക് എനിക്ക് തീരെ അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു, അത് വലിയ മോശം ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ള ട്രാക്കും BGM ഒക്കെ എനിക്കിഷ്ടമായിട്ടില്ല, എനിക്ക് വർക്കായില്ല. ഒരു പ്രധാനപ്പെട്ട ആളുടെ കാര്യം പറയാൻ മറന്നു. മുകേഷ് കുമാർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തേക്കുന്നതെന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഒയ്യോ, നമിച്ച് തൊഴുത് എൻ്റെ അണ്ണ ഇങ്ങനെയൊന്ന് പടം എടുത്ത് വെക്കല്ലേ അണ്ണ. ഒന്നുമില്ല, തിയേറ്ററിൽ പോയി ആൾക്കാർ കാണണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത്? അടുത്ത സിനിമയെങ്കിലും എനിക്ക് ഇയാൾ ആരാണോ, ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് സിനിമകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം വെച്ച് പറയുകയാണ്, ഈ സിനിമ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഓഡിയൻസിൻ്റെ വേദനയായിട്ട് മാത്രം കണ്ടാൽ മതി. സാറിന് അടുത്ത് നല്ല സിനിമ ചെയ്യുവാണെങ്കിൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. സാറിന് ഇതിന് മുന്നത്തെ സിനിമകൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഐ എം സോറി ഫോർ സേയിങ് ദിസ്. ഈ സിനിമ വളരെ മോശമായിരുന്നു. അടുത്ത സിനിമയെങ്കിലും നന്നാക്കാൻ നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.